ഉറപ്പുവരുത്തുന്ന ഒരു ആണിക്കല്ലാണ് അഴമലപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ പാറമാഫികൾ അനധികൃതമായി പാറഖനനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന വളരെയേറെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹിക പ്രശ്നവും പരിസ്ഥിതി ആഘാതവുമാണ്. നമുക്കറിയാം, ഈ പാറ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം ജൂൺ ജൂലൈ മാസങ്ങളിൽ അതിശക്തമായ മഴ അനുഭവപ്പെടാറുണ്ട്. ഈ വട്ടത്തിൽ ഇത്തിക്കര ആറ് ഈ പാറയുടെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു ഭാഗമാണ്. ഇതിന് തൊട്ട് 1 കിലോമീറ്റർ താഴെ അവിടെ ഏറ്റവും താഴ്ന്ന ഭാഗം എന്ന നിലയിൽ ഈ ആറ്റിൻ്റെ മമ്പഴ ഭാഗത്തു നിന്ന് ഈരാറ്റിൽ വരെ വളരെയധികം വെള്ളം കയറി കടകളായിരുന്നാലും വീടുകളായിരുന്നാലും ആളുകൾക്ക് അവിടുന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പാറ ഖനനം ഇവിടെ ഉണ്ടായാൽ ഇവിടെ ഈ ആറ്റിൽ നിന്ന് വെള്ളം അതിശക്തമായി ഈ ഭാഗത്ത് കടന്നു കയറുകയും ഈ പ്രദേശത്ത് താമസിക്കുന്ന നിരവധി ആളുകൾക്ക് ഇവിടുന്ന് താമസം മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുവഴി സാമൂഹ്യ പ്രശ്നം നമ്മുടെ നാട്ടിൽ നിലനിൽക്കും. അത് ഒഴിവാക്കണമെങ്കിൽ അതിശക്തമായി തന്നെ ഈ പാറഖനനം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ രംഗത്ത് വരണം എന്നുള്ളതാണ് ആദ്യമായി പറയേണ്ടത്. മറ്റൊന്ന്, കുടിവെള്ളക്ഷാമം. നമുക്ക് ഈ വേനൽക്കാലമാകുമ്പോൾ ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി അനുഭവിക്കുന്ന പ്രദേശമാണ്. ഈ പാറഖനനം ഉണ്ടായാൽ തീർച്ചയായും ഇപ്പോൾ കിട്ടുന്ന വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, ശബ്ദ മലിനീകരണം. നമുക്കറിയാം, ഈ പാറഖനനം ഉണ്ടാകുമ്പോൾ കരിമരുന്ന് കൊണ്ടുണ്ടാകുന്ന ഈ വിഷദ്രാവകം അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളായി പടരുകയും നിരവധി അസുഖങ്ങൾ, നേരത്തെ ഇവിടെ പരിസ്ഥിതി പ്രവർത്തകൻ പറഞ്ഞതുപോലെ നിരവധിയായ പ്രശ്നങ്ങൾ, അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദ്രോഗങ്ങൾ, അതുപോലെ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഉള്ളത് പ്ലാച്ചിവിള പ്രദേശത്താണ്. നമ്മൾ ഒരു സർവേ പഞ്ചായത്തിൻ്റെ എടുത്തപ്പോൾ ഏകദേശം 70-ഓളം ആളുകൾക്ക് ഈ പ്രദേശത്ത് ക്യാൻസർ രോഗികളായി കണ്ടെത്താൻ കഴിഞ്ഞത് പ്ലാച്ചിവിള 12-ാം വാർഡിലാണ്. കാരണം അവിടെ ദീർഘകാലമായി പാറഖനനം ചെയ്യുന്നു എന്നുള്ളത് മാത്രം കൊണ്ടാണ്. മറ്റൊന്ന്, ഇവിടെ പഞ്ചായത്ത് നിർമ്മിച്ച റോഡുകളുടെ നശീകരണം. നമുക്കറിയാം, ഈ പഞ്ചായത്തിൽ ദീർഘകാലമായി നല്ല രീതിയിൽ റോഡുകൾ നന്നാക്കിയിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പാറ ഖനനം ഉണ്ടാകുമ്പോൾ 12, 15, 20 ടയറുള്ള ടോറസ് പോലുള്ള വലിയ വാഹനങ്ങൾ ഈ പ്രദേശത്തൂടെ ഓടുമ്പോൾ ഈ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ഗുരുതരമായ അവസ്ഥയിൽ നശീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഈ പാറ ഖനനം മൂലം ഈ പ്രദേശത്ത് ഉണ്ടാകും എന്നൊരു യാതൊരു തർക്കവും ഇല്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പ്രദേശത്തുണ്ടാകുന്ന ഇവിടെ ഈരാറ്റിൽ വല്ലഭംകുന്ന് പ്രദേശത്ത് സ്കൂളായിരുന്നാലും മദ്രസയായിരുന്നാലും വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട്. ഈ പാറ ഖനനം ഉണ്ടാകുമ്പോൾ നിരവധി വാഹനങ്ങൾ, അതായത് നിർത്തില്ലാതെ വാഹനങ്ങൾ ഇങ്ങനെ 200, 300 വാഹനങ്ങൾ ഓടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കായിരുന്നാലും അധ്യാപകർക്കായിരുന്നാലും രക്ഷകർത്താക്കളായിരുന്നാലും സ്കൂളിലായിരുന്നാലും മറ്റ് സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു സാഹചര്യം പോലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. അത്രയും അപകടകരമായ ഒരു മേഖലയിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം വരും നാളുകളിൽ ഉണ്ടാകും എന്നൊരു യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, ഇപ്പോൾ DNO ലൈസൻസിന് പഞ്ചായത്ത് അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1995-ലെ പഞ്ചായത്ത് രാജ് ആക്ട് നിയമപ്രകാരം ആപൽക്കരവും അസഹ്യവുമായ മേഖലയിൽ ഒരു DNO ലൈസൻസ് കൊടുക്കണമെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയാണ്. നേരത്തെ പോണക്കല്ല, ഇപ്പോൾ നിരവധി നിയമങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത്. ഒരു മിനി ഗവൺമെൻറ്റാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട ബാധ്യത ഈ പഞ്ചായത്ത് ഭരണസമിതിക്കാണ്. അതുകൊണ്ട് നേരത്തെ നിരവധി ലൈസൻസുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വാങ്ങിയിട്ടുള്ള ലൈസൻസുകൾ റദ്ദാക്കണമെങ്കിൽ നിങ്ങൾ അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഏതൊക്കെ ലൈസൻസ് കൊണ്ട് ഈ DNO ലൈസൻസിന് അപേക്ഷ തന്നിട്ടുണ്ടോ അതെല്ലാം കാണും, അതെല്ലാം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കത്ത് കൊടുക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതിയോട് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.
അങ്ങനെ വന്നാൽ മാത്രമേ ഈ ലൈസൻസ് കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ തുടങ്ങാൻ പോകുന്ന പാറ ഖനനത്തിന് നമുക്ക് അറുതി വരുത്താൻ കഴിയൂ. ചിലപ്പോൾ ഇതിനു മുമ്പ് പഞ്ചായത്തിൻ്റെ ലൈസൻസ് വാങ്ങി ഈ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും പാറ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആനുകൂല്യം ഈ പാറക്കോറിക്ക് കിട്ടിക്കൂടുന്നില്ല. കാരണം പഞ്ചായത്ത് ഏതെങ്കിലും ഒരു പാറക്കോറി ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എനിക്കും ഈ ആനുകൂല്യം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ പഞ്ചായത്ത് കൊടുത്തില്ലെങ്കിലും പഞ്ചായത്ത് തള്ളിയാൽ പോലും അവർ ഹൈക്കോടതിയിൽ പോയി ആ ആനുകൂല്യം ചിലപ്പോൾ സംരക്ഷിച്ചു പോയി. അതുകൊണ്ട് ഹൈക്കോടതിയിൽ കക്ഷി ചേരുന്നതിനു കൂടി ഈ പഞ്ചായത്ത് ഭരണസമിതി ആ തീരുമാനം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.